ഹാഫ് എ ഡേ നമ്മുടെ നജീബ് മഹ്ഫൂസിന്റെ ഒരു കിടിലൻ ചാപ്റ്ററാണ് ഹാഫ് എ ഡേ. നമ്മുടെ 9th ആദ്യത്തെ ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓണം എക്സാമിന് ഷുവർ ആയിട്ടും ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കൂടുതൽ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് എക്സ്പെക്റ്റബിൾ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ആ എക്സ്പെക്റ്റഡ് ഡിസ്കോഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ച് ജസ്റ്റ് ആക്ച്വലി അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കൂടി ചെയ്ത് വെക്കണം. അത് ആക്ച്വലി അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നരേഷനാണ്. നരേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് ആ ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നിന്നോ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നിന്നോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. രണ്ടാമത്തെ ഒരു എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡയറി പ്രതീക്ഷിക്കാം. നമ്മുടെ ഹാഫ് ഡേയിലെ ഈ ഒരു ബോയ് ഉണ്ടല്ലോ, ആ ബോയ് വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ ആ ബോയ്ക്ക് ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചല്ലോ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ട് തൻ്റെ ഡയറി ബോയ് എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ പാരൻറ്റ് തൻ്റെ ഫാദർ അവൻ്റെ ബോയിയെ കാണാതാവുന്നതോ അല്ലെങ്കിൽ ആ ബോയിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമുള്ള ആ ഒരു ഫാദറിൻ്റെ മെൻറ്റാലിറ്റിയോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡയറി എക്സ്പെക്റ്റബിൾ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ബോയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ റെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്ററാണ്. ലെറ്റർ എന്ന് പറയുന്ന സമയത്ത് ആ ബോയ് തൻ്റെ എക്സ്പീരിയൻസ് തൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഫാദറിൻ്റെ ഒരു ഏതെങ്കിലും റിലേറ്റീവിന് അയച്ചു കൊടുക്കുന്ന ഒരു ലെറ്റർ ആയിരിക്കും. സോ ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് അവസാനം ആ ബോയ് ഗ്രാൻഡ് ഫാദർ ആയി മാറുന്നുണ്ട്, ആക്ച്വലി ഒരു ഗ്രാൻഡ് പേ ആയി മാറുന്നുണ്ട്. ആ ഗ്രാൻഡ് പേയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു അയൺ ബോയ് ഉണ്ട്, മീൻസ് ആക്ച്വലി അയൺ ഷോപ്പിലുള്ള ഒരു ബോയ് ഉണ്ട്. ആ ബോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. സോ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു റിവിഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ സൈലത്തിൻ്റെ ഒരു നിഞ്ച ബാച്ചിൻ്റെ 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് തുടങ്ങിയിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിലുള്ളത്. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓണം എക്സാമിന് ഫുൾ മാർക്ക്.